ഹലോ ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഇതാ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ചെറിയൊരു ഓട്ടമുണ്ട്. ചെക്കനെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാനുണ്ട്. അപ്പോൾ അവനെ ഇതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. രാവിലെ മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് അത് ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെക്കനെ ഒന്ന് അകത്തേക്ക് കയറ്റി വിടണം. അപ്പോൾ ചെക്കനകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. പിന്നെ വിളിക്കുമ്പോൾക്ക് ചെക്കനെടുക്കാൻ വരണം. ഇപ്പം എന്നോട് കുറേ ആൾ ചോദിച്ചായിരുന്നു ഇവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ എങ്ങനെ, മോഡൽ ഡിസൈനൊക്കെ ഏതൊരു ടൈപ്പാണെന്നുള്ളത്. അപ്പോൾ കണ്ടോളൂ, ഇത് ഈ ഒരു മോഡലാണ് ഇവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അടുത്ത് കെട്ടിയ വീടാണ്. ഇപ്പോൾ അടുത്ത് കെട്ടിയ വീടുകളൊക്കെ ഈ ഒരു ടൈപ്പായിരിക്കും, ഈ ഒരു മോഡലായിരിക്കും. ഒരുപാട് പഴയ മോഡലാണെങ്കിൽ കെട്ടിയ വീടാണെങ്കിൽ മോഡൽ വേറെയാണ്. അതിന് കൂടുതൽ ഡിസൈൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഒരുപാട് ഡിസൈൻ എന്നല്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു ലോകം വേറെ തന്നെയാണ്, ഒരു കൊട്ടാരം തന്നെയാണ്. ഇപ്പോൾ കാണുന്നുള്ള ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പുതിയ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം പുതിയ പുതിയ വീടുകളാണ്, ഇപ്പോൾ അടുത്ത് പണിത വീടുകളാണ് കൂടുതലും കാണുന്നുള്ളത്. അതുകൊണ്ട് ഈ പഴയ മോഡൽ വീടൊന്നും ഇവിടെ കാണാനില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 10-15 മിനിറ്റ് പോകാനുണ്ട്. റോഡ് തിരക്കില്ലെങ്കിലാണ് ആ ഒരു ടൈമിൽ നമ്മൾ എത്തുള്ളൂ. റോഡ് തിരക്കണമെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല എത്ര സമയം പിടിക്കും എന്നുള്ളതൊന്നും. അതിനനുസരിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് റോഡ് ഫുള്ള് ഫ്രീ ആയിരിക്കും, ചില സമയത്ത് പറയാൻ പറ്റുന്നില്ല. ചില സമയത്ത് നല്ല ബ്ലോക്കായിരിക്കും. അങ്ങനെ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്നു. പിന്നെ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നാട്ടിലാണെങ്കിൽ നല്ല മഴയും. നാട്ടിലിപ്പോൾ 2 മഴ വരുമ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥയൊക്കെ തകിടം മറിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കുന്ന എന്തോ. റോട്ടിൽ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഇനിയിപ്പോൾ അത്ര തന്നെ 2-3 മിനിറ്റിനകത്ത് നമുക്ക് റൂമിലെത്താൻ പറ്റും. ഷകാല ഒന്നിച്ചിട്ടുണ്ടായത് കൊണ്ട് ഫോണ് കുറച്ച് സമയം അങ്ങോട്ടേക്ക് ഏൽപ്പിച്ച്. പിന്നെ ഒന്നാമത് റണ്ണിങ്ങിൽ ഫോൺ കയ്യിൽ പിടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ ഞാനിത് റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തിയിട്ട് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള വെള്ളം ചൂടാക്കുകയാണ്. പാലില്ല, അപ്പോൾ നമ്മൾ ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാം. പാലുമില്ല, പഞ്ചസാരമില്ല. വിത്തൗട്ട് പഞ്ചസാര ഇല്ല എന്നല്ല കേട്ടോ, പഞ്ചസാര ഇട്ടിട്ടില്ല എന്നാണ്, വേണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് റെഡി. ഇനി ഇത് കുടിച്ചിട്ട് ഞാനിത് പുറമെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. വെറുതെ ഒന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഓട്ടം പോയി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വിളിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. ഇനി വിളിക്കുന്നുണ്ടെങ്കിൽ മറ്റവനെ വിളിക്കുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ കാക്ക എന്തോ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കുമ്പോൾക്ക് ആ വണ്ടീൻ്റെ സൈഡ് ഇളകി കിടക്കുകയാണ്. അതിലേക്ക് സൂപ്പർ ഗ്ലൂ ഇട്ട് പിടിച്ചു നിന്നിട്ടാണ് ഉള്ളത് നോക്കുമ്പോഴേക്ക്. അത് കഴിഞ്ഞതേ കാക്ക വണ്ടി കഴുകാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സമയം കാക്കയോട് ഇങ്ങനെ സംസാരിച്ചിരുന്ന്, മതി വെള്ളം അടിച്ചാൽ മതി, എന്നെ തുടച്ച് വിട്ടാൽ മതി. തുണി എടുത്ത് വന്ന് 4 വേലി അങ്ങോട്ട് വലിച്ചാൽ പരിപാടി കഴിഞ്ഞു. നമ്മളവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കാണ് അത് കൊതുകിനൊക്കെ നശിപ്പിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അതിനെന്താ പറയുക, യഥാർത്ഥത്തിൽ അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അതങ്ങോട്ട് പാസ്സായി. ഈ കാണുന്നുള്ളത് എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ 1-1.5 വീടാണ്. അടിപൊളി വീടാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുള്ളതാണ്. പകുതി ആയിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നുള്ള ഈ ചെടി കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട്. പണ്ടെപ്പോഴോ എവിടുന്നോ ഒരു കഷ്ണം കൊണ്ട് നട്ടതാണ്. ഇപ്പം പറമ്പ് മൊത്തം ഇതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെ നീക്കം ചെയ്യും, ഇത് എങ്ങനെ കളയും, എങ്ങനെ ഇല്ലാണ്ടാക്കും അറിയാത്തൊരവസ്ഥയിൽ. അങ്ങനെ ഉച്ചക്ക് അവനെ അവിടെ കൊണ്ടുവിട്ടതല്ലേ, ഇപ്പോൾ രാത്രി അവൻ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ടുണ്ട്, പോയിട്ട് അവൻ എടുത്തുകൊണ്ട് വരാം. എന്തായാലും സിഗ്നൽ ഓപ്പൺ ആകുന്നില്ലല്ലോ, കുറേ സമയമല്ലോ. അപ്പോൾ അവനെ കൊണ്ടുവന്ന് വീട്ടിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു കുബൂസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ബക്കാലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നു വന്നതാണ്. ഇവിടെ എൻ്റെ അടുത്ത് തന്നെയാണ്, റൂമിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയായിട്ടാണ് അതുള്ളത്. അടുത്ത് പെട്രോൾ പമ്പുണ്ട്, കാർ വാഷിങ്ങിൻ്റെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ അടുത്ത് വന്ന ഇതാണ്, സ്റ്റേഷനാണ്.
ഒരു കുബൂസ് വാങ്ങിക്കാൻ വന്നതാണെങ്കിലും അതിലെ 4 കറക്കം കറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ 4 കറക്കം അങ്ങോട്ട് കറങ്ങി. എന്നിട്ട് അവസാനം കുബൂസ് എടുത്തിട്ട് ഒരു പോക്ക്. കുബൂസ് മാത്രമായിട്ട് എടുക്കുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ ഒരു ജ്യൂസും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി ഒരു ജ്യൂസും കൂടി എടുത്തു. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.